നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് അനാമികയും വേണുവും കൂടെ വരുവാണ്. അനാമികയുടെയും വേണുവിന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലൊരു തുക കോമ്പൻസേഷൻ കിട്ടണമെന്ന്. അങ്ങനെ അനാമിക പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ, നല്ലൊരു തുക കോമ്പൻസേഷൻ കിട്ടണം. ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടക്കണം. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരണ സമയത്ത് വേണു അനാമികയോട് പറഞ്ഞു, മോളെ, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ പറയുന്ന നവീന് നന്ദുവിന് ഇഷ്ടമാണല്ലോ, അവര് തമ്മിൽ വിവാഹം കഴിക്കാൻ പോവല്ലേ, അപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് തരുമെന്ന് എനിക്ക് തോന്നില്ല. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അനിയും നന്ദുവിന്റെ പിന്നാലെ നടന്നാലോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഡിവോഴ്സ് കൊടുക്കാം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, അച്ഛാ, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം. അറിയാലോ, സ്റ്റെബിന് UK പോകാനിരിക്കുക, എനിക്ക് അവനോടൊപ്പം പോണെങ്കിൽ ഡിവോഴ്സ് കിട്ടിയാലേ മതിയാവുള്ളൂ. അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് അവനെ കുറിച്ച് അത്രയ്ക്ക് നല്ല അഭിപ്രായമില്ല. അതെന്താ അച്ഛാ? അവന്റെ സ്വഭാവം അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അതൊക്കെ അച്ഛന്റെ തോന്നല. ചിലപ്പോ അങ്ങനെയായിരിക്കും, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചെക്കന്മാരോടൊക്കെയാണല്ലോ താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നന്ദു അനിയും കൂടെ ക്ഷേത്രത്തിലേക്ക് കയറി വരുന്നു. അങ്ങനെ അവര് കയറി വരുന്ന അനാമികയും വേണുവും കാണുകയും ചെയ്തു. അപ്പോഴേക്കും അനി പറഞ്ഞു, അവരിറങ്ങി വരുന്നുണ്ടല്ലോ. അവരെ കണ്ടുകഴിഞ്ഞപ്പത്തിന് എനിക്ക് വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ വന്നു. നന്ദു പറഞ്ഞു, നമ്മളെ അവര് കണ്ടെന്ന് പറഞ്ഞു. അതെ, കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നിട്ട് വേണു പറഞ്ഞു, അല്ല, SI മാഡത്തിനെ നവീൻ വക്കീല് കെട്ടാനിരിക്കുവാണല്ലോ, അപ്പോഴാണല്ലോ ഈ രണ്ടുപേരുടെയും പ്രേമവും കാര്യങ്ങളൊക്കെ. അത് കേട്ടതും അനാമിക പറഞ്ഞു, അതെ, ഈ SI മാഡത്തിന് നവീൻ വക്കീലിന് ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നവീൻ വക്കീലിന് അറിയാം ഈ കാര്യങ്ങളൊക്കെ. അത്ര ആത്മാർത്ഥം കാര്യങ്ങളോട് കൂടിയൊന്നും അല്ല നവീൻ വക്കീൽ ഇപ്പൊ നിങ്ങളോടൊപ്പം നിൽക്കുന്നതെന്നൊക്കെ അനാമിക പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് എനിക്ക് നല്ല ദേഷ്യമായി. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും, അതിനകത്തൊന്നും നിങ്ങൾ ഇടപെടാൻ വരണ്ട. അങ്ങനെയാണോ? എന്നാലും ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, ക്ഷേത്രത്തിന്റെ അവിടെ വെച്ച് ചോദിക്കുമെന്നോർത്ത് ഒന്നും തോന്നരുത്, സത്യം പറയണം. അല്ല, ആരെയാ വിവാഹം കഴിക്കാനായിട്ട് നന്ദുമാട് ഉദ്ദേശിക്കുന്നേ? ഈ നബീൻ വക്കീലിനെയാണോ അതോ അനിയെയാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാൻ ആരെ വിവാഹം കഴിച്ചാൽ തനിക്കെന്താ? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഒരു കണക്കിന് ഈ നട്ടലില്ലാത്ത അനിയെ വിവാഹം കഴിക്കാനൊക്കെ നല്ലത് ആ നബീൻ വക്കീലിനെ കഴിക്കുന്ന. എനിക്ക് സഹിച്ചില്ല. അനി പെട്ടെന്ന് ചാടിയും കൂടി വന്നു, എടാ, തനിക്കറിയണോ എനിക്ക് നട്ടലുണ്ടോ ഇല്ലെന്ന് അറിയണോ? എന്റെ നട്ടല് തനിക്ക് കാണണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ക്ഷേത്രമാണ്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അനിയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കയറി പിടിച്ചു. പിന്നീട് നന്ദു പറഞ്ഞു, ക്ഷേത്രമായി പോയി, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. അപ്പോഴേക്കും അനാമിക വേണുവിനോട് പറഞ്ഞു, ബാച്ചാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുക. അപ്പോഴേക്കും വേണു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എടാ, ഇനിയും നിനക്ക് സമയമുണ്ട്. ഞങ്ങൾക്ക് തരാനുള്ള കോമ്പൻസേഷൻ തുക തരുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഒഴിവായി പൊയ്ക്കൊള്ളാം. ഞങ്ങൾക്ക് ഡിവോഴ്സ് തരാതിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എടോ, കാലാണ പോലും തരത്തില്ല. എന്റെ മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നേ. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീയൊക്കെ എന്താന്ന് വെച്ച് ചെയ്യാൻ പറഞ്ഞു. വേണു പറഞ്ഞു, എങ്കിൽ നിനക്ക് ഡിവോഴ്സ് കിട്ടിയേ തന്നെ. അപ്പോഴേക്കും അനാമ പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇവരോടൊക്കെ തർക്കിക്കാൻ പോകുന്നേ? കോടതിയല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നേ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഡിവോഴ്സ് കൊടുക്കണോ വേണ്ടേന്ന് അച്ഛൻ ധൈര്യമായിട്ട് വാ, കോടതി കേസുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വേണുവിനെ വിളിച്ചോണ്ട് പോയി. അപ്പോഴേക്കും അനി നന്ദുവിനോട് പറഞ്ഞു, നന്ദു, പറഞ്ഞത് കേട്ടവര്, എടാ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമ്മൾ കോടതിയിലേക്കല്ലേ ഇന്ന് പോകുന്നത്. അവിടെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ, നീ എല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി വന്നല്ലേ. എന്നാലും ഭഗവാൻ കൈവിടുവോ? ഇല്ലാന്നേ. ഭഗവാൻ ഒരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ, ആ തീരുമാനം അനുസരിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. വെറുതെ ഇവരുമായിട്ട് ഒച്ചപ്പാട് ഇവിടെ കിടന്നുണ്ടാക്കിയിട്ട് എന്തേലും പ്രയോജനം കിട്ടുമോ? അതുകൊണ്ടൊന്നും ഒന്നും പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. നീ വരാനും പറഞ്ഞുകൊണ്ട് അനിയം കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ വേണു നബീനെ വിളിക്കുവാണ്. വക്കീൽ സാറെ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. എന്താടോ? എന്താ കാര്യം? എന്താ? അതെ, അനിയും നന്ദുവും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്കോ? അതെ. ഇനിയിപ്പം ഡിവോഴ്സ് കോടതിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ടുള്ള ആഗ്രഹമായിട്ടാണോ വന്നേക്കെന്ന് അറിയത്തില്ല. അവരുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അത് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിട്ടാ അനി പ്രാർത്ഥിക്കാമെന്നേ. ലക്ഷണം കണ്ടിട്ട് അതൊന്നും ആന്ന് തോന്നില്ല. ആ നന്ദുവിനെ വിവാഹം കഴിക്കാണ്ട് താല്പര്യമായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ വക്കീൽ സാറെ കെട്ടണമെന്നും പറഞ്ഞിരിക്കുന്ന പെണ്ണല്ലേ. എന്നിട്ട് ഇപ്പൊ അനിയുമായിട്ട് ചേർന്ന് ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇത്തിരി നവീന്റെ മനസ്സിലേക്ക് എരിപരി കയറ്റി കൊടുക്കാനായിട്ടാണ്.
വേണു വിളിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടോ അനി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഒരു ലക്ഷ്യം മാത്രമേ കാണുള്ളൂ, തന്റെ മോളിൽ നിന്ന് മോചനം കിട്ടണമെന്ന്. അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന താൻ അതിന് കൂടുതൽ അർത്ഥമൊന്നും കൽപ്പിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ സാറേ, സാറിനോടുള്ള ഒരിത് കൊണ്ട് ഞാൻ പറഞ്ഞ വേണ്ടോ, താൻ കൂടുതൽ എന്നോട് സെന്റിമെന്റ്സ് ഒന്നും കാണിക്കണ്ട. പിന്നെ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കോടതിയിൽ നമുക്ക് കാണാമെന്ന്. സാറേ, കോമൺ സെഷൻ കിട്ടാതെ ഒന്നും ഡിവോഴ്സ് നടക്കില്ല. നമുക്ക് കാണാം, കോടതി വെച്ച് എന്താണെങ്കിലും കാണാം. ഇത് ഞാൻ വെറുതെ വിടില്ല. എന്താണെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക തന്നെ ചെയ്യും. എങ്കിൽ കാണാം സാറേ എന്ന് പറഞ്ഞിട്ട് വേണു കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും നരസിംഹക്കോയിൽ ഇറങ്ങി വന്നിട്ടിച്ചു. എന്തായടാ മോനെ? അതെ, ഇപ്പൊ ആ വേണുവോ വിളിച്ചേ? ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതെ, ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തേലും ഒരു സാധ്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അവർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയതായിരിക്കും. എടാ മോനെ, അറിയാലോ ജോർജ് വക്കീലാണ് ഇന്ന് അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് വരുന്നത്. അയാള് ഒരു കുരുട്ട് പിടിച്ച സ്വഭാവമാണ്, അറിയാലോ. അയാൾക്കാണെങ്കിൽ ആരുടെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അതോടൊപ്പം തന്നെ നിരപരാധികളായി എത്രയോ പേരാന്തറയോ അയാൾ കാരണം കണ്ണീര് കുടിച്ചിരിക്കുന്നത്. അയാൾക്ക് എപ്പോഴും പണത്തിനാണ് മൂല്യം കൂടുതൽ. പണത്തിന്റെ തൂക്കത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അയാളുമായിട്ടാണ് നീ വാദിക്കാൻ പോകുന്നത്. സൂക്ഷിക്കണം. എനിക്കറിയാം മുത്തശ്ശ, അതൊക്കെ നോക്കിയും കണ്ടോ ഞാൻ നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയൊരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ഞാൻ തറ പറ്റിച്ചില്ലേ, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി മോൻ ഇറങ്ങിക്കോ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ മുത്തശ്ശൻ ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഭയവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് നവീന് കോടതിയിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ നവ്യ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ എടുത്തു വെച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴത്തേനും ദേവേനി അങ്ങോട്ട് വന്നു. ദേവേനി വന്ന് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ നയനയും കൂടെ വരുവാണ്. നയനയ്ക്കുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചു. ദേ മോളെ, നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറഞ്ഞു. പിന്നീട് നവിയെ നോക്കിയിട്ട് പറഞ്ഞു, നീ എടുത്തോ നവിയെ? എനിക്ക് വേണ്ട, മരുമോൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് മരുമോൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നവ്യയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ദേവേനി നയനയോട് പറഞ്ഞു, അല്ല മോളെ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അതോ, അനയ്ക്ക് ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതേന്നെ, അവള് നടക്കാനൊക്കെ തുടങ്ങി. അത് മാത്രമല്ല, ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്തുമോക്കും ഭയങ്കര സന്തോഷമായി. ചന്തുമോൾ ഇങ്ങോട്ടേക്ക് വരാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അവള് നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ടാ. പിന്നെ അധികം വൈകാതെ സംസാരശേഷിയും തിരിച്ചു കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടിഞ്ഞപ്പോ നവ്യ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ചന്തുമോൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അതെ, ചന്തുമോളും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. പെട്ടെന്ന് നവ്യ ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റു. എങ്കിൽ പിന്നെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ മേലായിരുന്നോ? ആ ചന്തുമോളെ അവളുടെ അമ്മയും കൂടെ ഇവിടെയല്ലേ താമസിക്കണ്ടേ? രണ്ടരത്തിനും കൂടെ ഇവിടേക്ക് കൊണ്ടുപോവാ. ഇവിടെ കൊണ്ടു അങ്ങ് താമസിപ്പിക്കുക. ദേവേനി പറഞ്ഞു, വേണമെങ്കിൽ താമസിപ്പിക്കേണ്ടതാണ്, താമസിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നവ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് ഇരിപ്പി. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, മോളെ, അവളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ലോ? അതെ, ഒന്നും മനസ്സിലാവുന്നില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? ദേവേനി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാ ഫോൺ വിളിച്ച് ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ തിരക്കുന്ന ആരോടോ. പക്ഷെ എന്നിട്ട് ഇപ്പോഴെന്താ ഇങ്ങനെ പെരുമാറുന്നേ? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മോനെയും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന കണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്റെ അനുജത്തിമാരും അച്ഛനും അമ്മയും എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുക, എന്നെ താറടിച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലാന്നാ തോന്നേ. നയന പറഞ്ഞു, അതെ, നവ്യേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താന്ന് അറിയത്തില്ല. സാരമില്ല, സേവേന്റെ കയ്യിൽ നവ്യേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ചില കാര്യങ്ങളൊക്കെ അധികം വൈകാൻ നമുക്ക് അറിയാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ കുടുംബത്തിലെ പണ്ടുണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച്, ആ നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാ. അതൊക്കെ അറിയണമെന്ന് ആദർശന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഓണസെയിലും കാര്യങ്ങളൊക്കെ വരുമല്ലേ, അതുകൊണ്ട് മാത്രം ആദർശൻ ഇപ്പൊ അത് മാറ്റി വെച്ചിരിക്കുക. ദേവേന് പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് ജയനും അറിയത്തില്ല. അല്ല, നാഗേന്ദ്രനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ജലജ ഒരാഴ്ചത്തേക്ക് വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. അതുപോലൊക്കെ തന്നെയായിരുന്നു ഈ പറയണേ ജാനകിയാണെങ്കിലും അജയനാണെങ്കിലും. അപ്പൊ അവർക്ക് കാര്യങ്ങൾ അറിയായിരിക്കില്ലേ? അതെ, അവർക്ക് കാര്യങ്ങൾ അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്കും ജയണ്ണാണെങ്കിൽ ഒന്നും അറിയത്തില്ല എന്താ ഏതാന്നൊക്കെ ഉള്ളത്. സാരമില്ല, അധികം വൈകാതെ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആദർശാന്റെ ഒരു കാര്യം കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. ചിലപ്പം ഇത്തിരി ലേറ്റ് ആയാലും നമുക്ക് അധികം വൈകാതെ ആ സത്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അമ്മേന്ന് ദേവയാനിയുടെ നയന പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നവ്യ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. നവ്യ മുറിയിലേക്ക് എന്നിട്ട് അബിയോട് പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ, എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാ അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നയന പറഞ്ഞെന്ന് പറഞ്ഞു. ആരെക്കുറിച്ച്? അല്ല, അനഘയെന്ന് പറയുന്ന പെണ്ണില്ലേ, അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അവളെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് പിന്നെ അവള് ഹോസ്പിറ്റലിൽ റിക്കവർ ആയിട്ട് വരുവാന്നോ അങ്ങനൊക്കെ. അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെ പറഞ്ഞു.
അല്ല ഏത് ഹോസ്പിറ്റലാണെന്നറിയോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അല്ല വേറെന്തൊക്കെ പറഞ്ഞു? അവള് നടക്കാൻ തുടങ്ങിയെന്നൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് വല്ലാത്തൊരടിയായിരുന്നു. അപ്പോഴേക്കും നബി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി. ശരിക്കും പറഞ്ഞാല് ദേ ആദർശിന്റെ ഭാര്യയല്ലേ അവള്. അവൾ ഇവിടെയല്ലേ വന്ന് കഴിയണ്ടേ? ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചിനും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞു. എടി നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ? ആദർശണ്ട് മോളല്ലേ അത്. അതെ, എന്നാലും പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട്. ഇവിടെയാണെങ്കിൽ എന്നെ വെച്ചിട്ടല്ലേ എല്ലാരും ആദ്യം സംശയിച്ചേ. അതുകൊണ്ട് എടാ അബി, നീ അതിന് വിഷമിക്കൊന്നും വേണ്ട. അവരിനി ഇങ്ങോട്ടേക്ക് വന്നാൽ പോലും നിനക്ക് തെളിയിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ പോരെ? ആ ചന്തുമോള് നിന്റേതെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അല്ല അത് ഞാന്, നിനക്കെന്താ പേടിയുണ്ടോ? പേടിയൊന്നും ഇല്ലെന്നേ. ചിലപ്പോഴുണ്ടല്ലോ ഈ പറയുന്ന വലിയ ആദർശം പറയുന്ന മുത്തശ്ശനുണ്ടല്ലോ, മുത്തശ്ശൻ പോലും ഈ ഒരു കാര്യത്തില് ആദർശനോടൊപ്പം നിൽക്കത്തുള്ളൂ. എന്താടാ അങ്ങനെ പറഞ്ഞേ? ഞാനങ്ങോട്ട് പറയുകയോ ചെയ്തേ, മിക്കവാറും നമ്മളെ ഇവിടുന്ന് പുറത്താക്കൂന്ന് പറഞ്ഞു. പുറത്താക്കട്ടെ, പുറത്താക്കിയാൽ നമുക്ക് പോയി ജീവിക്കാൻ ഒരു വകയുണ്ടല്ലോടാ അബി. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പോ എന്തേലും വന്നിട്ടുണ്ടോ നമുക്ക് DNA ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞു. അബിക്കാണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. അങ്ങനെ അബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നവ്യ മനസ്സിൽ പറഞ്ഞു, എടാ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ ഞാൻ പൂട്ടാൻ പോകുന്നുള്ളൂ. ഇഞ്ചിഞ്ചായിട്ടാ നിന്നെ ഞാൻ തീർക്കാൻ പോകുന്നത്. ഒറ്റയടിക്ക് നിന്നെ ഞാൻ തീർക്കില്ല. അതൊക്കെയായിരുന്നു നവ്യയുടെ മനസ്സിലിരിപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോ അബി മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. അതെ, ഞാൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുക. പോയിട്ട് വാ. ഇന്നത്തെ കൊണ്ട് കാര്യത്തിന് തീരുമാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശ. നവീനല്ലേ? അതെ, ഒരു കാര്യം നിന്നോട് പറയാൻ മറന്നു. നവീന്റെ നന്ദുവിന്റെ കല്യാണം നടത്താനിരിക്കുമല്ലേ? അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ നീ അതിൻ്റെ അകത്തൊരു വിലങ്ങുതടി ആവരുത്. ഒരിക്കലും ഇല്ല മുത്തശ്ശ. അവർക്ക് തമ്മിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ വിലങ്ങുതടി ആവില്ല. പക്ഷെ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കല്യാണത്തിന് 2 പേർക്ക് സമ്മതമായിരിക്കണമല്ലോ. ഒരാള് സമ്മതിച്ചുകൊണ്ട് കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെന്താടാ? അല്ല നന്ദുവിന് ഇഷ്ടമൊന്നുമില്ല, നവീന് മാത്രമേ ഇഷ്ടമുള്ളൂ. എടാ ഇനിയിപ്പം നന്ദു ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറില്ല. ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നന്ദു മാത്രമേ ഉള്ളൂ. നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. പോയിട്ട് വരാമെന്നും പറഞ്ഞ് അനി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മുത്തശ്ശനോട് പറഞ്ഞു, കണ്ടില്ലേ നന്ദുവിന്റെ മനസ്സിലും ഇവൻ തന്നെയാന്ന് തോന്നുന്നത്. അതുകൊണ്ട് ആ പെങ്കുച്ചി ഇത്രയും കാലം കല്യാണം കഴിക്കായിരുന്നേ. അതെ, അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത നവീനെ പിണക്കാനും പറ്റില്ല. കാരണം അവൻ നല്ലവനാണ്. അവനെ നന്ദുവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തി കൊടുക്കാനും നമുക്ക് പറ്റുള്ളൂ. പിന്നീട് ദേവേനയും ജാനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജാനകി പറഞ്ഞു, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ വിവാഹം നടത്തണം അനിയുടെ. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചുകൂടാ. അതെ നടത്തണം, പക്ഷെ അവനും കൂടെ സമ്മതിക്കണ്ടേ? എല്ലാരും കൂടെ പറഞ്ഞ് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അപ്പോഴാണ് അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് പറഞ്ഞു, എടാ മോനെ ഇന്ന് നിനക്ക് ഡിവോഴ്സ് കിട്ടുമായിരിക്കില്ലേ? ഒരുറപ്പുമില്ല വല്യമ്മേ. നവീനല്ലേ വാദിക്കുന്നേ. എടാ നവീനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. നവീൻ ഉറപ്പായിട്ട് നിനക്ക് ഡിവോഴ്സ് വാങ്ങിത്തരും. നയനെ ആദർശം കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിട്ട് വേണം മോനെ, നിനക്ക് ഡിവോഴ്സ് കിട്ടും. അതിനുശേഷം വേണം അവന്തികമായിട്ടുള്ള നിന്റെ വിവാഹം നടത്താനെന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യമാണ് വന്നത്. അപ്പോഴേക്കും ആദർശം ചോദിച്ചു, ഞാൻ വരണോന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, ഇന്ന് ഡിവോഴ്സ് കിട്ടുമായിരിക്കും അല്ലേ? അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നവീൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദേവേന് പറഞ്ഞു, അതെ കിട്ടിയാൽ മതിയായിരുന്നു. പാവം എത്ര കാലം ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നേ. ആദർശ് പറഞ്ഞു, അതെ ഇളയമ്മ ഒരു കാര്യം ഞാൻ പറയാം. ഡിവോഴ്സ് കിട്ടിയെന്ന് ഓർത്തോണ്ട് അവൻ ഇനി ഒന്നിനും ഫോഴ്സ് ചെയ്യാനായിട്ട് പോവരുത്. അവന്റെ വിവാഹക്കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവന്റെ തോന്നിയാസത്തിന് വിടാനായിട്ടാണോ? ദേവേന് പറഞ്ഞു, പെട്ടെന്ന് എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട എടുത്തി. അവന്റെ വിവാഹക്കാര്യത്തെ കുറിച്ച് ഞാൻ അവനോട് പറയുന്നില്ല. പക്ഷേങ്കില് അവന്തിക അല്ലാതെ വേറൊരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവന്തിക്ക് ഇനിയിപ്പോ താല്പര്യമില്ല, അവളെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. വേറെ ഏത് പെണ്ണ് വേണം വന്നോട്ടെ. പക്ഷേങ്കില് ഒരു കാര്യമുണ്ട്, നന്ദു എന്ന് പറയുന്നവള് മാത്രം ഇവിടേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടെന്ന് അതിനെ പറഞ്ഞു, ഇനിയിപ്പം ഇളയമ്മ സമ്മതിച്ചാലും ശരി, എന്റെ വീട്ടുകാരതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും സമ്മതിക്കുമൊന്നുമില്ല. അതോർത്ത് ഇളയമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയം കോടതിയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരുങ്ങുവാണ് അനാമികയും വേണുമൊക്കെ. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല മോള് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചില്ലേ? പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ ക്ഷേത്രത്തിൽ പോയത്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കാണാൻ പാടില്ലാത്തൊരു കാഴ്ചകളെ കണ്ടായിരുന്നു. അനിയും നന്ദും കൂടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ല അവരെന്തിനു വന്ന? പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട്, പിന്നല്ലാതെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിട്ടേ. അപ്പോഴേക്കും വേണു വന്നിട്ട് പറഞ്ഞു, മോളെ
കോമ്പൻസേഷൻ കിട്ടിയില്ല ഡിവോഴ്സ് കൊടുക്കാനൊന്നും പോകുന്നില്ല നമ്മള്. ഇല്ലച്ചാ, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കേസാ. കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഡിവോഴ്സ് കൊടുക്കത്തില്ല. അല്ല, നവീൻ വക്കീൽ നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അയാൾ വെല്ലുവിളിച്ചോട്ടെ. ഡിവോഴ്സ് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, ഞാൻ ഉറപ്പായിട്ടും കൊടുക്കത്തില്ല എന്നൊക്കെ അനാമികയും പറയുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.